അമ്മ നമ്മളെന്തെന്ന് ചെയ്യാൻ പോണേ? നമുക്ക് കുറച്ച് ചിക്കൻ ബിരിയാണി ബസ്മതി അരി ഉണ്ട്. ബസ്മതി അരി 1 കിലോ വാങ്ങിയതുണ്ട്. അപ്പോൾ നമുക്ക് അതും കൊണ്ടുവന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അല്ലേ? ഓ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി അരിയാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് അല്ലേ? കാണിച്ചു കൊടുക്കാം അത് അരി. ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് അരിയാണ് എടുത്തിരിക്കുന്നത്. നല്ല ലോങ് റൈസാണ്, നല്ല നീളമുള്ള അരിയാണ്. ബിരിയാണിക്ക് നല്ലതാണ്. അപ്പോൾ നമുക്ക് കഴുകാം അല്ലേ? അപ്പോൾ നമ്മൾ പാത്രത്തിട്ട് കൊടുക്കണം. ഇന്ന് കഴുകി ഒരു 1 മണിക്കൂർ കുതിരട്ടെ അല്ലേ അമ്മ? അമ്മ അമ്മ ആ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിക്കണം അല്ലേ? ഓയിൽ ഒഴിക്കണം. ഏകദേശം ഒരു 200 ഗ്രാം വേണം അല്ലേ അമ്മ? 200 ഗ്രാം ഒഴിക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അമ്മ അപ്പോൾ എന്തൊക്കെയാണ് ബിരിയാണിക്ക് എടുത്തിരിക്കുന്നത്? സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കറാമ്പൂവ്, പട്ട, ഏലക്കായ, പെരിഞ്ജീരകം, കൽപ്പാസി, ബിരിയാണി അല്ല അല്ലേ? ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. മറ്റു സാധനങ്ങളെല്ലാം അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സവോളയുണ്ട്, തക്കാളി ഉണ്ട്, പച്ചമുളക് ഉണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയും പുതിന അരിഞ്ഞത് അല്ലേ അമ്മ? എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കനും കഴുകി വെച്ചിട്ടുണ്ടൊക്കെ ഒക്കെ സെറ്റാണ്. അപ്പോൾ എണ്ണ ചൂടാറായില്ലേ? എണ്ണയൊക്കെ ചൂടായി. അമ്മയപ്പോൾ അതാ ഈ സാധനങ്ങളൊക്കെ അതിലേക്ക് ഇടുന്നു. ശരി അമ്മ. സവോള ഇട്ട് കൊടുക്കണം. സവോളയൊക്കെ നല്ലപോലെ വാടി വരട്ടെ അല്ലേ അമ്മ? സവോളയൊക്കെ വാടിയില്ലേ അമ്മ? സവോളയൊക്കെ വാടി. അപ്പോൾ അമ്മ ബാക്കി ഇതെല്ലാം ഇട്ട് കൊടുക്കണം അല്ലേ? തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ വാടി വരട്ടല്ലേ അമ്മ? അപ്പോൾ എല്ലാം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ പൊടിയിടാൻ പോകണമ്മ. അപ്പോൾ എന്തൊക്കെ പൊടിയാണ്? ഗരം മസാല, സാധാ മുളക് പൊടി, കാശ്മീർ മുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പ് അല്ലേ? അപ്പം അമ്മ ഇട്ട് കൊടുക്കണം. കൊടുത്തു. അപ്പോൾ ഈ പ്രാവശ്യം പെരുന്നാളിന് വേണമെങ്കിൽ ഇങ്ങനത്തെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നോക്കാം. അമ്മൻ്റെ സ്പെഷ്യൽ അല്ലേ അമ്മ? മസാലയൊക്കെ ചട്ടിയിലിട്ട് വാടുമ്പോൾ നല്ല മണം പറ്റ്. മല്ലിയിലയും പുതിനയും ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലും പുതിനയും അല്ലേ? മല്ലിയിലും പുതിന ഇട്ട് കൊടുത്തു. മല്ലിയിലും പുതിന കുറച്ച് കൂടുതൽ വേണം, എപ്പോഴും പറയുന്ന മാതിരി. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവറൊക്കെ വരിക അല്ലേ അമ്മ ബിരിയാണിക്ക്? കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശരിയമ്മ. ഗ്രേവിക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ച് കൊടുത്തു. ഗ്രേവിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ട്, 1 കിലോ അരി. 1 കിലോ അരിക്ക് ഒരു 1.5 കിലോ ഇറച്ചി ഉണ്ടാവും അല്ലേ അമ്മ? വിട്ട് കൊടുക്കാം അല്ലേ? ഇറച്ചി കുറച്ച് കൂടുതലിട്ടാൽ അടിപൊളിയാണ്. അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പമെങ്കിലും വേണം. ഇട്ട് കൊടുത്തല്ലേ അമ്മ?
ചിക്കൻ ഗ്രേവി കിടന്നൊന്ന് മസാലയൊക്കെ പിടിച്ച് സെറ്റായി വരട്ടെ അല്ലേ? അപ്പോൾ അതൊരു ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. വേവിക്കാം അല്ലേ? ശരി അമ്മ. ചിക്കനൊക്കെ വേഗമായിട്ടുണ്ടാവും അമ്മ. വെന്ത് തുടങ്ങി വെന്തു. ചിക്കനൊക്കെ വെള്ളം ചാടി. ചിക്കനിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അതിന് തന്നെ വെള്ളം വന്നിട്ടില്ല അമ്മ. അമ്മ അപ്പം നമുക്ക് ചിക്കൻ വേവിച്ച് ഒരുവിധം സെറ്റായി അമ്മ ഇത് ഇറക്കി വെക്കണം. എന്നിട്ട് നമുക്ക് അരി വേകാൻ വെക്കാം. അരി വേകാൻ വെക്കാം അല്ലേ? വെള്ളം തിളയ്ക്കാറായില്ലമ്മ. അപ്പം അത് അമ്മ അതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കും. വെള്ളത്തിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു. ഒരു നാരങ്ങ പൊടിയുണ്ട്. നാരങ്ങ അല്ലേ? നാരങ്ങ പൊടിയുണ്ട്. അപ്പം നമ്മൾ അരി വേവിച്ച് ഒരു മുക്കാൽ വേവിലാണ് നമ്മൾ ഇടുന്നില്ലേ അമ്മ? വെള്ളമൊക്കെ തിളച്ചൂലമ്മ? അരി ഇട്ട് കൊടുക്കും. ശരി അമ്മ. ഊറ്റി വെച്ച് അരി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ അരി ഒരു മുക്കാൽ വേവ് ആയി. അപ്പോൾ അമ്മ അതിനെ ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കും. ചിക്കൻ ഇട്ട് കൊടുക്കണം. ബാക്കി വേകാനുള്ള വെള്ളം ആ ചിക്കനിലുണ്ട്. അരി മൊത്തം ഊറ്റി ഇട്ട് കൊടുക്കണം. ഇതൊക്കെ നല്ലപോലെ മിക്സാക്കി എടുക്കണം. അപ്പം അരി ഒരു മുക്കാൽ വേവാണ് വെന്തിട്ടുള്ളൂ. ബാക്കി ഇത് തമ്മിൽ കിടന്നാവും. അപ്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചോറും ചിക്കനൊക്കെ ആകുമ്പോൾ മിക്സാക്കി കൊടുത്തു. അതിലേക്ക് വേണ്ട നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഇറക്കാലമ്മ, ഏകദേശം ആയില്ലേ? കുറച്ച് ദമ്മിന് വേണ്ടി കനലിട്ട് കൊടുക്കണം. ഇനി അരമണിക്കൂർ ഇരിക്കട്ടെ അല്ലേ അമ്മ? അപ്പോഴാണ് നമുക്ക് പിടിച്ച് ഇറച്ചിയും ചോറൊക്കെ ആയിട്ട് നല്ല മിക്സായി സെറ്റായിരിക്കുള്ളൂ അല്ലേ? എന്നിട്ട് പൊട്ടിക്കാം. അപ്പം നല്ല ദമ്മ് കിട്ടാൻ വേണ്ടി ഒരു 10 മിനിറ്റ് അടുപ്പിൻ്റെ മേലെയും കൂടി കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പിൽ അടിയിലും കനലുണ്ട്, മേലെയും കനലായി. മൊത്തം സെറ്റായി. അരമണിക്കൂറായി. അപ്പോൾ നമ്മൾ പൊട്ടിക്കാൻ പോകണം. അപ്പോൾ ഞാനാണ് പൊട്ടിക്കുന്നത്. അമ്മ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ പൊട്ടിക്കാലമ്മ? ആയി. പൊട്ടിക്കുക, സമയമായി. ക്ലാസിക് അരി ആയതുകൊണ്ട് നല്ല സോഫ്റ്റാണ്. ശ്രദ്ധിച്ചാക്കിയില്ലെങ്കിൽ സാധനം പൊട്ടിപ്പോവും.
ഇറച്ചിയൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. എൻ്റെ മക്കൾ എങ്ങനെ വെക്കുകയാണെങ്കിലും അമ്മ വെച്ച പോലെ ഒന്ന് വെച്ച് നോക്കുക, എന്നിട്ട് എന്താ അഭിപ്രായം പറഞ്ഞാൽ അമ്മനെ അറിയിക്കുക. ഇനിയിപ്പോൾ ഇത് അത്ര പണിയില്ല, അത്രയും പെട്ടെന്ന് നമ്മൾക്ക് എന്താ പറയുക, അരിയൊക്കെ ഒന്ന് തിളപ്പിച്ച് ഊറ്റി അത് അങ്ങനെ വെക്കുന്നത് കൊണ്ട് എളുപ്പമാകും. അതെ, വേഗം ആക്കേണ്ട കേസേ ഉള്ളൂ. അപ്പോൾ പെരുന്നാളിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അല്ലേ.